നമസ്കാരം. നിങ്ങളുടെ മക്കൾ ഹൈപ്പർ ആക്റ്റീവ് ആണോ? എങ്കിൽ അത്തരം കുട്ടികളെ വളർത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ്. ചില കുട്ടികൾ പൊതുവെ ഹൈപ്പർ ആക്റ്റീവായിട്ട് കാണുന്നുണ്ട്. ഒരു ക്ലാസ്സിൽ മിനിമം 1-2 കുട്ടികളാണ് പൊതുവെ ഹൈപ്പർ ആക്റ്റീവായിട്ട് കാണുന്നത്. നമ്മുടെ നാട്ടിൽ ജനിക്കുന്ന കുട്ടികളിൽ ഒരു 100 കുട്ടികളെ എടുക്കുകയാണെങ്കിൽ 4 മുതൽ 12 പേരിൽ വരെ ഈ പറയുന്ന ഒരു പ്രശ്നം കണ്ടുവരുന്നുണ്ട്. പല കാരണങ്ങൾ കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്. ചിലപ്പോൾ പ്രഗ്നൻസി റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം, ചിലപ്പോൾ ആഫ്റ്റർ ഡെലിവറി കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ചില കുട്ടികൾ അങ്ങനെയായി തീരുന്നു വരുന്ന ആളുകൾ ഉണ്ടായിരിക്കും. ചില കുട്ടികൾക്ക് വെയിറ്റുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് കൊണ്ട് വരാം, പാരമ്പര്യമായിട്ടൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ വരാം. അങ്ങനെ ഹൈപ്പർ ആക്റ്റീവായ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ വികാരങ്ങൾ എപ്പോഴും ഹൈ ആയിരിക്കും. അതായത് അവർക്ക് ദേഷ്യം, വാശി, പിണക്കം, സന്തോഷം, സങ്കടം, തന്നെ ബുദ്ധി, ഇതൊക്കെ അവർക്ക് കൂടുതലായിരിക്കും. എന്നാൽ കുറച്ച് പക്വത കുറവുണ്ടായിരിക്കും, കുറച്ച് ക്ഷമ കുറവുണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ അവർ വിചാരിച്ചത് അപ്പം തന്നെ കിട്ടണം. കിട്ടിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. നിങ്ങൾ ചില കുട്ടികളെ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. വിചാരിച്ച് കിട്ടിയില്ലെങ്കിൽ അവരവിടെ ഒരു ഷോപ്പിങ്ങിന് ചെല്ലുന്നു, ഒരു ടോയ് ചോദിച്ച് കിട്ടിയില്ലെങ്കിൽ അവിടെ മൊത്തം ബഹളങ്ങൾ ഉണ്ടാക്കി എങ്ങനെയെങ്കിലുമൊക്കെ ഇത് വാങ്ങാനുള്ള ഇൻറ്റൻസിറ്റിയോട് കൂടി മാക്സിമം അവർ വാശി കാണിക്കും. അവസാനം നമുക്ക് അഭിമാനക്ഷതം വരുന്നൊരു ഘട്ടം വരുമ്പോൾ അത് വാങ്ങിക്കൊടുക്കും. എന്നാൽ അങ്ങനെ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇത് വീണ്ടും തുടരാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം എന്താ, കഴിഞ്ഞ എക്സ്പീരിയൻസ് ഞാൻ വാശി കാണിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതേപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോഴും കിട്ടുന്നതാണ് കുട്ടികൾ അതിലൂടെ പഠിക്കുന്നത്. സോ ഈ ഇമോഷൻസ് ഹൈ ആയതുകൊണ്ടാണ് അവർക്ക് ഈ പറയുന്ന വാശിയും പിടിവാശിയും ഉണ്ടാകുന്നത്. എന്നാൽ കൂടുതലും ഇത് നമ്മൾ പാരൻസിൻ്റെ അടുത്തായിരിക്കും കാണിക്കുക, പുറത്ത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും പൊതുവെ കുട്ടികൾ കാണിക്കുന്നത്. സോ പുറത്ത് വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ എല്ലാവരുടെ അടുത്തും പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യും. എന്നാൽ വീട്ടിൽ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും പെരുമാറുന്നത്. അതുകൂടാതെ ഇവർക്ക് 2ാം ക്ലാസ് വരെയൊക്കെ നന്നായിട്ട് പഠിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഠനത്തിൽ അവർ പിന്നിലോട്ട് പോകും. കാരണം 2ാം ക്ലാസ് കഴിയുമ്പോൾ ഇത് ശ്രദ്ധേയത ബാധിച്ചു തുടങ്ങുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. ദെൻ അവർക്ക് എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് എപ്പോഴും ബോറടിക്കും എന്നൊക്കെ എല്ലാം പറയും. സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ എന്നും പലതും നഷ്ടപ്പെടുത്തിയിട്ടാണ് വരുന്നതൊക്കെ എല്ലാം. സോ അതുകൂടാതെ എടുത്ത വസ്തുക്കൾ എടുത്തോടുത്ത് വെക്കാതിരിക്കുക, ഇടയിൽ കയറി സംസാരിക്കുക, ശല്യപ്പെടുത്തുക, ഇറിറ്റേറ്റ് ചെയ്യുന്ന സ്വഭാവങ്ങളൊക്കെയാണ് പൊതുവെ കാണിക്കുന്നത്. സോ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അവരോട് ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല, നല്ല ക്ഷമയോടുകൂടി വേണം നമ്മളിതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. നിങ്ങൾക്കത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റിനെ കണ്ട് അത് ചെറുപ്പത്തിൽ തന്നെ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇല്ലെങ്കിൽ അവരുടെ പഠനത്തെയും സ്വഭാവത്തെയാണ് ബാധിക്കുന്നത്. സോ അവരോട് നമ്മൾ അടിക്കാൻ പാടില്ല, ദേഷ്യപ്പെടാവുന്നതൊക്കെ നമ്മൾ പരമാവധി കൺട്രോൾ ചെയ്യണം. ഈ ബിഹേവിയർ കുറയ്ക്കുന്ന കാര്യങ്ങളാണ് നമ്മളോട് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ നോ പറയേണ്ട സ്ഥലത്ത് സ്ട്രിക്ട്ലി നോ തന്നെ പറയണം. എസ്പെഷ്യലി അവർ വാശി കാണിക്കുമ്പോൾ, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് വാശി കാണിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ കോംപ്രമൈസ് ചെയ്യാതെ കുട്ടിയുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യുന്ന രൂപത്തിലേക്കൊക്കെ എല്ലാം നമ്മൾ എന്തെങ്കിലും ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ച് നിങ്ങളതൊന്ന് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. സോ ഹൈപ്പർ ആക്ടിവിറ്റി കൂടുന്തോറും വാശിയും ദേഷ്യവും കൂടാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് കുറയ്ക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ വീട്ടിൽ ചെയ്യേണ്ടത്. പണിഷ്മെൻ്റ് ഒരു പരിഹാര മാർഗം അല്ല, അത് ചിലപ്പോൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. സോ ബെറ്റർ നമുക്കൊരു ചൈൽഡ് സൈക്കോളജിസ്റ്റ് സപ്പോർട്ട് കൂടി തന്നെ അത് മാനേജ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് പഠനത്തെ ബാധിക്കാതെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നതാണ്. എന്തായാലും നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളെ കൊണ്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സേവനം തേടേണ്ടതാണ്. താങ്ക് യു.